ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. സൂര്യൻ എന്ന അത്ഭുതഗോളം. നവഗ്രഹങ്ങളിൽ സൂര്യൻ്റെ പ്രാധാന്യം പറയട്ടെ. കശ്യപ പ്രജാപതിക്ക് അതിഥി ജനിച്ച പുത്രനാണ് ആദിത്യൻ അഥവാ സൂര്യൻ. സൂര്യദേവന്റെ തേര് മഹാമേരു പർവ്വതത്തിൻ്റെ ചുറ്റുമായി മാനസോത്തരം പർവ്വതത്തിൽ കൂടി സഞ്ചരിക്കുകയാണ്. മേരു മുതൽ മാനസോത്തരം പർവ്വതം വരെയുള്ള ദൂരം 9,51,00,000 യോജനയാണെന്ന് അഭിജ്ഞന്മാർ പറയുന്നുണ്ട്. അരുണോദയം എന്ന വാക്ക് നാം കേട്ടിട്ടുള്ളതാണ്. പ്രഭാതത്തിൽ നാട്ടുവെളിച്ചൊക്കെ മങ്ങി കിഴക്കൻ ചക്രവാളം ചുവക്കുന്നു. അപ്പോൾ നമ്മൾ പറയും ഇതാ അരുണോദയമായി എന്ന്. പിന്നീട് സൂര്യോദയം. സൂര്യദേവന്റെ തേര് നിയന്ത്രിക്കുന്ന സാരഥിയാണ് അരുണൻ. തേരിൻ്റെ ഉള്ളിലായി സൂര്യഭഗവാൻ ഇരിക്കുന്നു. നമ്മൾ ആദ്യം അരുണനെ കാണുന്നു. കിഴക്കൻ ദിക്കിലെ ആ ചുവപ്പ് രാശിയായി അരുണിമ വർണ്ണം എന്നെല്ലാം പറഞ്ഞാൽ ചുവപ്പ് നിറം എന്നർത്ഥം. തൊട്ടുപിറകെ ഉദയ സൂര്യകിരണങ്ങൾ പ്രപഞ്ചത്തിൽ എത്തുകയായി. പിന്നെ സൂര്യരഥം ഒരു മുഹൂർത്തത്തിൽ 34 ലക്ഷത്തിൽ പരം യോജന സഞ്ചരിക്കുന്നുണ്ട്. അത്രയും വേഗത്തിലാണ് സൂര്യൻ്റെ സഞ്ചാരം. ഗരുഡൻ്റെ ജ്യേഷ്ഠനായ അരുണൻ സൂര്യരഥത്തെ ഓടിക്കുന്നുണ്ട്. ഗായത്രി ചന്ദ്രോദേവതകളാണ് കുതിരകൾ. സ്തുതിപാഠകന്മാരായി 60,000 പേര് തേരിലിരുന്ന് സൂര്യനെ സ്തുതിക്കുന്നുണ്ട്. പിന്നെ 3 അംഗരക്ഷകന്മാരാണ് സൂര്യനുള്ളത്: മാഠരൻ, പിങ്കളൻ, ദണ്ഡൻ. മാഠരൻ എന്നാൽ ധൈര്യശാലി എന്നാണ് അർത്ഥം. പിങ്കളൻ എന്നാൽ പിങ്കളവർണ്ണം ഉള്ളവൻ എന്നും, ദണ്ഡൻ എന്നാൽ ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നവൻ എന്നും അർത്ഥം. സൂര്യൻ പൊതുവെ ദയാമയനാണ്. ഈ ഒരു ദൗർബല്യം മുതലെടുത്ത് വല്ല രാക്ഷസന്മാരും വന്ന് ലോകോപദ്രവങ്ങളായ വരം വാങ്ങിപ്പോയാൽ അത് തടയുന്നതിനാണ് ശിവൻ, അഗ്നി, യമൻ എന്നിവർ യഥാക്രമം മാഠരൻ, പിങ്കളൻ, ദണ്ഡൻ എന്ന പേര് സൂര്യന് ചുറ്റും അംഗരക്ഷകന്മാരായി നിയമിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ 7 വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ സാരഥിയോടും അംഗരക്ഷകന്മാരോടും കൂടി സൂര്യൻ പ്രപഞ്ചത്തെ ചുറ്റുകയാണ്. സൂര്യനെ വേദവിദ്യ കൊണ്ടും അഗ്നിഹോത്രം, പിന്നെ സന്ധ്യോപാസനം, ധ്യാനാദികൾ കൊണ്ടും ശ്രദ്ധപൂർവ്വം പൂജിച്ചാൽ ശ്രേയസ് പ്രാപിക്കാം എന്ന് പറയുന്നു. ഹരി ഓം. ഇനി വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.